ഫ്രണ്ട്സ് നമസ്കാരം. ഇന്നത്തെ വിഷയം ട്രക്കിങ്ങിനും വിനോദസഞ്ചാരത്തിനും പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇന്ന് പറയുന്നത് ട്രക്കിങ്ങിന് വിനോദസഞ്ചാരത്തിനും പോകുമ്പോൾ എന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മുൻപ് തന്നെ നമ്മളിപ്പോൾ വാർത്ത കേട്ടതാണ്. ട്രക്കിങ്ങിന് പോയ ഒരു യുവതി അത്ഭുതകരമായി രക്ഷപ്പെട്ട വാർത്ത എല്ലാവരും അറിഞ്ഞതാണ് പത്രത്തിൽ കൂടെ. അത് 3 രാത്രിയും 2 പകലും കൊടുങ്കാട്ടിൽ അകപ്പെട്ട യുവതി ഭാഗ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും കുടുംബത്തിൻ്റെ പ്രാർത്ഥന കൊണ്ടും ഒക്കെ മാത്രമാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ എന്തുകൊണ്ട് ട്രക്കിംഗ് ഇത്രയും ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നത്, ചിലരൊക്കെ ട്രക്കിങ്ങിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അത് അവരുടെ സോൾ പർപ്പസ് ആകാം അവരെ ഇത്രയും അതിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ട്രക്കിംഗ് ഇത്രയും വിജയകരമായിട്ട് അവർക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആ യുവതിയെ സംബന്ധിച്ച് അവർ പറഞ്ഞു അവർക്ക് പേടി തോന്നിയില്ല എന്നും പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു അസാമാന്യ ധൈര്യം തന്നെയായിരുന്നു അത്. എന്നാൽ എല്ലാവർക്കും ഇത് പ്രായോഗികമല്ല. പല ആപത്തുകളും ഉണ്ടാകാം. അതുപോലെയാണ് വിനോദസഞ്ചാരത്തിന് പോകുന്നവരും അല്ലേ. പാലക്കാട്ട് നിന്ന് കുടുംബത്തോടൊപ്പം പോയ വിനോദസഞ്ചാരത്തിന് പോയ 10ാം ക്ലാസ് വിദ്യാർത്ഥി ചിക്കമംഗ്ലൂരിൽ കാണാതായ വാർത്തയും തുടർന്ന് മരണപ്പെട്ടതും നമ്മൾ അറിഞ്ഞു. അപ്പം ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മളുടെ ഒരു അശ്രദ്ധയെന്ന് പറയാൻ പറ്റില്ല, പല കാരണങ്ങളുമുണ്ട്. അപ്പോൾ അത് തന്നെ പറയുന്നു, 40ഓളം കുടുംബാംഗങ്ങളുടെ സംഘത്തിലെ അംഗമായിരുന്നു ആ കുട്ടി. അപ്പോൾ ഇങ്ങനെ 40ഉം 50ഉം കുടുംബാംഗങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കുമ്പോൾ പ്രത്യേകം ഓരോരുത്തരെയും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അവരവരുടെ സന്തോഷത്തിൽ മുഴുകുമ്പോൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ മറന്നു പോകും. പ്രത്യേകിച്ചും കുട്ടികളുടെ കാര്യം ശ്രദ്ധയിൽപ്പെടില്ല. നമ്മൾ ചിന്തിക്കും നമ്മുടെ കുട്ടി അവരുടെ കൂടെ കാണും അല്ലെങ്കിൽ ഇവരുടെ കൂടെ കാണും എന്ന് ചിന്തിച്ച് അന്വേഷിക്കാറില്ല. എന്നാൽ സ്വന്തം കുടുംബത്തെ ശ്രദ്ധിക്കേണ്ടത് സ്വന്തം കടമയാണ്. അത് മാതാവിനും പിതാവിനും അല്ലെങ്കിൽ മുതിർന്ന വ്യക്തികൾക്ക് ഉണ്ടായിരിക്കണം. കുട്ടികൾ അവരുടെ സന്തോഷത്തിൽ ആർത്തുല്ലസിച്ച് നടക്കും. കാരണം എക്സാമൊക്കെ കഴിഞ്ഞ് മനസ്സും ശരീരമൊക്കെ ഫ്രീ ആകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് അവരുടെ കളിയിലും അവരത് മാക്സിമം എൻജോയ് ചെയ്ത് ആസ്വദിക്കും. അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് 1, ഒരു കുടുംബത്തിലെ 5 പേരോ അതിൽ കൂടുതലോ അതിൽ കുറവോ ആൾക്കാർ യാത്ര ചെയ്യുന്നു എങ്കിൽ ആ കുടുംബത്തിലെ ഒരംഗം കുടുംബത്തെ എപ്പോഴും നിരീക്ഷിക്കണം. അംഗങ്ങൾ എല്ലാവരും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇനി 2 എന്ന് പറയുന്നത്, സംഘങ്ങളിലെ കുട്ടികളെ പരസ്പരം ഒരു റിബൺ കൊണ്ടോ ഞാട കൊണ്ടോ കൈകളിൽ ബന്ധിക്കുക. കുറഞ്ഞത് 1 മീറ്റർ അകലം. ഈ ഞാട കുരുക്കാകാതെ സൂക്ഷിക്കുകയും വേണം. അപ്പോൾ കൂട്ടം തെറ്റി ഒറ്റപ്പെട്ടു പോകാതിരിക്കും. കാരണം കുട്ടികൾ മുതിർന്നവരുടെ കൂടെ ഇരിക്കാൻ അവർ ആഗ്രഹിക്കില്ല. അവർ കുട്ടികളുടെ കൂടെ കളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇവരെ ഒരു മുതിർന്ന പൗരൻ എപ്പോഴും നിരീക്ഷിക്കണം. ഇവരെ എപ്പോഴും ഒരു മുതിർന്ന പൗരൻ നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത 3ാമതായി പറയുന്നത്, നിയമപരമായി അനുവദിച്ചിട്ടുള്ള വനത്തിലൂടെ മാത്രമേ ട്രക്കിംഗ് നടത്താൻ പാടുള്ളൂ. 4, അംഗീകൃത ഗൈഡുകളുടെ കൂടെ മാത്രമേ യാത്ര ചെയ്യാവൂ. 5, യാത്ര ആരംഭിച്ചാൽ കൂട്ടം തെറ്റരുത്. 6, വനത്തിനോട് ഇണങ്ങുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കണം. 7, ട്രക്കിങ്ങിന് ഇറങ്ങുമ്പോൾ ആവശ്യ രക്ഷാവസ്തുക്കൾ കരുതണം. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോവുകയോ കൂട്ടം തെറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഫോളോ ചെയ്യുക. അത്യാവശ്യം നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ട്രക്കിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്നവർ അത്യാവശ്യം മരം കയറ്റം അറിഞ്ഞിരിക്കണം. കാരണം രാത്രിയായാൽ മരത്തിൻ്റെ ചില്ലകളിൽ കയറിയിരിക്കാം. എന്നാൽ മരവും അത്ര സേഫ് ഒന്നുമല്ല. അവിടെ മരപ്പട്ടികളും പാമ്പുകളും ഉപദ്രവകാരികളായ പക്ഷികളും ഒക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളൊരു തൽക്കാലമായ ഒരു എസ്കേപ്പാണ്. അതായത് താഴെ നിൽക്കുമ്പോൾ വന്യമൃഗങ്ങളോ മനുഷ്യരോ ഏതെങ്കിലും രീതിയിലുള്ള ഉപദ്രവം നമുക്കുണ്ടാകുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മരത്തിൽ കയറി ഇരിക്കാം. എന്നിട്ട് നമ്മൾക്ക് താഴെ ഇറങ്ങിയാൽ സേഫാണ് എന്ന് തോന്നുന്ന സമയം തന്നെ ഉടനെ നമ്മൾ താഴെ ഇറങ്ങിയാൽ വേണം. അല്ലെങ്കിൽ മുകളിൽ സേഫാണെന്ന് തോന്നിയാൽ മുകളിലിരിക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, ചുറ്റുവട്ടവും ശ്രദ്ധിക്കണം. ഒരു കുറുവടി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇനി മനുഷ്യർ കണ്ടെത്താൻ പറ്റുന്ന മേഖലയിലോട്ട് നടന്ന് നീങ്ങുക. എന്നിട്ട് കൂക്കി വിളിച്ചു കൊണ്ടേയിരിക്കുക. അടുത്ത് പറയുന്നത്, യാത്രയിൽ ഡ്രൈ ഫ്രൂട്ട്സ് വെള്ളം കരുതി വയ്ക്കുക. എന്നിട്ട് പ്രപഞ്ചശക്തിയെ അതായത് യൂണിവേഴ്സിനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക, യൂണിവേഴ്സ് സേവ് മീ
എന്നും പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ദൈവദൂതനെ പോലെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് എത്തും എന്ന് ഉറച്ച് വിശ്വസിച്ച് അത് വിഷ്വല് ചെയ്യുക. വിഷ്വല് ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്. ഈ കാര്യങ്ങൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുറച്ചൊക്കെ നമുക്ക് പിന്നെ സേഫായിട്ട് ഇരിക്കാൻ സാധിക്കും. ഇത് പൂർണ്ണമായ ഒരു സേഫ്റ്റിയോ ഒന്നുമല്ല. പെട്ടെന്ന് ഒരു സാഹചര്യം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മാർഗങ്ങളൊക്കെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇനി ഒറ്റപ്പെട്ട് പോകാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാതിരിക്കുക. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്.